അങ്ങനെ എൻഗേജ്മെൻറ്റ് ദിവസം ഞങ്ങൾ റെഡി ആയിട്ട് നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ എൻഗേജ്മെൻറ്റ് പയ്യൻ ഇതാണ് കേട്ടോ, എൻ്റെ കസിൻ, പിന്നെ ഇതാണ് കുഞ്ഞമ്മ, അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഞങ്ങൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ഒരു ബ്രദർ നിൽപ്പുണ്ട്, അമ്മ, കുഞ്ഞമ്മ, മാമിയുടെ മക്കൾ, ഇത് എൻ്റെ അനിയത്തിയാണ്. അവളുടെ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ സന്തതി, ഞാനും എൻ്റെ പാപ്പും കൂടെ ഒരുപോലെ ഡ്രസ്സ് ഇടാമെന്ന് എനിക്കെപ്പോഴും അങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇത്തവണ ഒരുപോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തു നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അകത്തോട്ട് കയറിയപ്പോഴേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അനുഗ്രഹം വാങ്ങൽ ചടങ്ങുകളാണ്. എല്ലാവരെയും കാലിൽ പിടിച്ച് അനുഗ്രഹം മേടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതക കൈമാറ്റമാണ് കേട്ടോ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മോതിരം മാറ്റം ചടങ്ങുകൾ. ജാതകം മാറി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അമ്മേരെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ട് പയ്യനെ ഇരുത്ത്. അത് കഴിഞ്ഞിട്ട് പെണ്ണ് വരും. എന്നിട്ടാണ് നമ്മുടെ മോതിരം മാറ്റം നടത്തുന്നത് കേട്ടോ. അങ്ങനെ വിജയകരമായിട്ട് അവരുടെ 5 വർഷത്തെ പ്രണയത്തിൻ്റെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മോതിരം മാറ്റൽ ചടങ്ങ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞ് ഡാൻസ് പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം പാപ്പും നോനും കൂടെയാണ് കളിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പെമ്പിള്ളേരെല്ലാവരും കൂടെ ഒരു ഡാൻസൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഒപ്പിച്ചെടുത്തതായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് തളർന്ന് പിടിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു. പരിപ്പും പപ്പടവും സാമ്പാറും അടപ്രഥമനും ഒക്കെ കൂട്ടി സദ്യയും കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷം